ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, സൂര്യനെപ്പോലെ തിളങ്ങണമെങ്കിൽ സൂര്യനെപ്പോലെ ജ്വലിക്കണം എന്നാണ് പറയാറുള്ളത്. ശരിയല്ലേ? നിങ്ങളുടെ കഴിവും കർമ്മശേഷിയും ജ്വലിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കും തിളക്കമാർന്ന വിജയം നേടാൻ കഴിയും. അതിന് വേണ്ടത് ലക്ഷ്യബോധമാണ്. ലക്ഷ്യബോധമില്ലാതെ നീങ്ങിയാൽ ഒഴുക്ക് വെള്ളത്തിൽ അകപ്പെട്ടു പോയ പൊങ്ങ് തടികളെപ്പോലെയാകും നിങ്ങൾ. പൊങ്ങ് തടികൾക്ക് ലക്ഷ്യമില്ല, എവിടെയും ചെന്നടിയാം, ചിലപ്പോൾ അഴുക്ക് ചാലിലും ചെന്നടിയാം. അതുകൊണ്ട് അങ്ങനെ പൊങ്ങ് തടികളായി മാറരുത്. നിങ്ങൾ ഒരു ലക്ഷ്യത്തെ മുറുകെ പിടിക്കുക. കഴിവും കർമ്മശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ ലക്ഷ്യം നേടുന്നതുവരെ പോരാട്ടം തുടരുക. എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക്. ഒരു പുതിയ ടോപ്പിക്ക് നമ്മളിന്ന് എടുക്കുകയാണ്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ദേശീയ പട്ടികവർഗ കമ്മീഷൻ. ദേശീയ പട്ടികജാതി കമ്മീഷനെക്കുറിച്ച് ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ദേശീയ പട്ടികവർഗ കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, വളരെ ഭംഗിയായി പഠിക്കേണ്ടുന്ന ഒരു ടോപ്പിക്കാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ ഈ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു നാൾ വഴി നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. വളരെ കൃത്യമായി മനസ്സിലാക്കി വച്ചിട്ട് ഇതിലേക്ക് വന്നാൽ കൂടുതൽ എളുപ്പത്തിന് പഠിക്കാൻ പറ്റും. ഇന്ത്യയിൽ പട്ടികജാതി പട്ടികവർഗക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണമെന്ന് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ആർട്ടിക്കിൾ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ദി അപ്പോയിൻമെൻറ്റ് ഓഫ് എ സ്പെഷ്യൽ ഓഫീസർ ടു സ്റ്റഡി ദി പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ആർട്ടിക്കിൾ 338 ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഇപ്പോൾ അത് ഏത് ആർട്ടിക്കിളായിട്ട് മാറിയിരിക്കുന്നു? ഇപ്പോഴത് നമ്മുടെ പട്ടികജാതി കമ്മീഷൻ്റെ ആർട്ടിക്കിളായി മാറിയിരിക്കുന്നു. ഓർമ്മിച്ചോളുക. അപ്പോൾ ഈ ആർട്ടിക്കിൾ പ്രകാരം ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണം പട്ടികജാതി പട്ടികവർഗക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ എ സ്പെഷ്യൽ ഓഫീസർ വാസ് അപ്പോയിൻറ്റഡ് ഫോർ SC and ST. That officer was designated as commissioner for SC/ST. SC/ST കമ്മീഷണർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇൻ ദി ഇയർ 1978 1978 എ മൾട്ടി മെമ്പർ കമ്മീഷൻ വാസ് അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഫോർ SC/ST. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്മീഷനെ നിയമിക്കുകയാണ്. 1978. അതാണ് ആദ്യത്തെ കമ്മീഷൻ. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ ആയിരുന്നില്ല. സച്ച് ബോഡി വാസ് ക്രിയേറ്റഡ് അക്കോർഡിംഗ് ടു എ റെസല്യൂഷൻ പാസ്ഡ് ബൈ ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ പ്രകാരം നിലവിൽ വരുന്നു, ഭോല പസ്വാൻ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ. അപ്പോൾ ആദ്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭോല പസ്വാൻ ശാസ്ത്രി. അതും കൂടെ ഓർമ്മിച്ചുകൊള്ളുക. അപ്പോൾ ആദ്യം കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 338 പ്രകാരം ഒരു സ്പെഷ്യൽ ഓഫീസർ, SC/ST കമ്മീഷണർ എന്ന് വിളിക്കുന്ന ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചു. 1978 ആയപ്പം ഒരു റെസല്യൂഷനിലൂടെ ഗവൺമെൻറ് ഒരു മൾട്ടി മെമ്പർ കമ്മീഷനെ നിയമിക്കുകയാണ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഭോല പസ്വാൻ ശാസ്ത്രി, ഭോല പസ്വാൻ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ. എന്നാൽ 1987 ബൈ അനദർ റെസല്യൂഷൻ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റിനൈംഡ് ദിസ് കമ്മീഷൻ ആസ് നാഷണൽ കമ്മീഷൻ ഫോർ SC/ST. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പേര് മാറ്റിക്കൊണ്ട് ഈ കമ്മീഷനെ വീണ്ടും എഫക്റ്റീവാക്കി മാറ്റുകയാണ്.
അപ്പം സ്പെഷ്യൽ ഓഫീസർ ആദ്യം, പിന്നെ ഒരു മൾട്ടി മെമ്പർ ബോഡി, അത് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നേ അറിയപ്പെട്ടിരുന്നുള്ളൂ. അതിൻ്റെ ചെയർമാൻ ബോല പസ്വാൻ ശാസ്ത്രിയാണ്. എന്നിട്ട് 1987 മറ്റൊരു റെസൊല്യൂഷനിലൂടെ ഈ കമ്മീഷനെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നാക്കി മാറ്റി. അങ്ങനെ ഒരു കമ്മീഷൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇത് അപ്പോഴും എന്തായിട്ടില്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ല, അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയാണ് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓർക്കണം, നമ്മൾ പഠിച്ചതാണ് ഓർക്കണം. എന്നാൽ ബൈ 65th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1990, 1990 65ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് വാസ് ഫോംഡ് ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഒരു ഭരണഘടനാ സ്ഥാപനമായി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭരണഘടനാ പദവിയോടുകൂടി ഇന്ത്യയിലൊരു സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 1990 65ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1992 നിലവിൽ വരികയാണ്. മാർച്ച് 12 1992 അങ്ങനെ ഒരു കമ്മീഷൻ നിലവിൽ വരികയാണ്. ഇത്രയും ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഇത് കമ്മീഷൻ എന്ത് കമ്മീഷനാണ്? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണല്ലോ, സംയുക്ത കമ്മീഷനായിരുന്നു. ദിസ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, കമ്പൈൻഡ് കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് was bifurcated by 89th Amendment Act of 2003. എന്നാൽ 2003 89ാം ഭേദഗതിയിലൂടെ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറയുന്ന സംയുക്ത കമ്മീഷനെ ബൈഫർക്കേറ്റ് ചെയ്ത് 2 കമ്മീഷനാക്കി മാറ്റി. divided into 2 separate bodies, National Commission for Scheduled Caste and National Commission for Scheduled Tribes. 89ാം ഭേദഗതിയിലൂടെ അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ട് ഈ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് അമെൻമെൻറ്റിലൂടെ? ഒരു കമ്പൈൻഡ് കമ്മീഷനായിട്ട് നിലവിൽ വന്നത് 65th അമെൻമെൻറ്റ് ആക്ട് 1990. അതിനെ 2 കമ്മീഷനാക്കി മാറ്റിയത് 89th അമെൻമെൻറ്റ് ആക്ട് 2003 2003. എന്നാൽ 2004 ആ അമെൻമെൻറ്റിൻ്റെ ഫലമായിട്ട് 2004 ഫെബ്രുവരി മാസം 19ാം തീയതി 2 സ്വതന്ത്ര കമ്മീഷനുകൾ നിലവിൽ വരുന്നു. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായെങ്കിൽ ഇനി നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സിലേക്ക് പോകാം. ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഇതിനകത്തുനിന്ന് ചോദ്യങ്ങളുണ്ട്. മുമ്പ് നമ്മൾ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്, അമെൻമെൻറ്റ് പഠിപ്പിച്ചപ്പോഴും അതിൻ്റെ ഇടയിൽ ഇതൊക്കെ വന്നതാണ്. എങ്കിൽ ഇതിൻ്റെ ഒരു തുടക്കത്തിന് വേണ്ടി ഞാൻ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമുക്കൊരു രീതി ഉണ്ടല്ലോ, ചോദ്യങ്ങളൊന്ന് പരിചയപ്പെട്ടു പോകാം. പ്രീവിയസ് ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് മോണിറ്റർ ദി മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു സേഫ് ഗാർഡ് പ്രൊവൈഡഡ് അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അതർ ലോസ്. ഇന്ത്യൻ ഭരണഘടനയും മറ്റ് നിയമങ്ങളും നൽകുന്ന സംരക്ഷണത്തെ മോണിറ്റർ ചെയ്യുക, അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. അത് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുക എന്നാണ് പറയുന്നത്. ടു എൻക്വയർ ഇൻ ടു സ്പെസിഫിക് കംപ്ലൈൻറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ഡിപ്രവേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ. ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കുന്ന കംപ്ലൈൻറ്റുകളെക്കുറിച്ച് അന്വേഷണം നടത്തുക. ഇതിൻ്റെ ഫംഗ്ഷനാണോ? നമുക്ക് വേണ്ടത് ഈസ് നോട്ട് എ ഫംഗ്ഷൻ എന്നാണ്. ഫംഗ്ഷൻ അല്ലാത്തത് ഏതെന്നാണ്? പ്രിപ്പയർ ആൻഡ് പ്രസൻറ്റ് റിപ്പോർട്ട് ടു പ്രസിഡൻറ്റ് ആനുവലി. വർഷാവർഷം രാഷ്ട്രപതിക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകുക. കമ്മീഷൻ്റെ ചുമതലയിൽപ്പെട്ടതാണോ അല്ലയോ എന്ന് കണ്ടെത്തുക. അടുത്ത പറയും നോക്കൂ,
പാർട്ടിസിപ്പേറ്റ് ആൻഡ് അഡ്വൈസ് പ്ലാനിംഗ് പ്രോസസ് സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എസ് ടി. പട്ടികവർഗക്കാരുടെ സാമൂഹ്യ സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട പ്ലാനിംഗ് പ്രോസസ്സിൽ ഗവൺമെൻറ്റിന് വേണ്ടുന്ന അഡ്വൈസ് നൽകുക. ഇതിലേതാണ് ഇതിൽ അല്ലാത്തത്, ഈ ഫങ്ഷൻ അല്ലാത്തത് ഫങ്ഷൻ ഏത് എന്ന് കണ്ടെത്തണം. ഞാനിപ്പോൾ ആൻസർ പറയുന്നില്ല. ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ ഫങ്ഷനൊക്കെ നമ്മൾ 1 by 1 ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും അതിൻ്റെ. ഇനി നോക്കൂ, വിച്ച് ഓഫ് ദി ഫോളോയിങ് അമെൻമെൻറ്റ് ആക്ട് പ്രൊവൈഡഡ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. സംയുക്ത കമ്മീഷനെ കുറിച്ചാണ് ചോദിക്കുന്നത്. നോക്കൂ, ഇപ്പം ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതേ ഉള്ളൂ ഏത് അമെൻമെൻറ്റിലൂടെയാണ് സംയുക്ത കമ്മീഷൻ നിലവിൽ വന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെയും ഞാൻ ആൻസർ പറയുന്നില്ല. ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പഠിക്കും. ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇതെല്ലാം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇനി മറ്റ് ചോദ്യങ്ങളിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതൊക്കെ വായിച്ച് നിങ്ങൾ മനസ്സിൽ വെച്ചോളുക. പിന്നീട് നമ്മളതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യും. ടോപ്പിക്കിലേക്ക് നമ്മൾ ഒരു പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ പാഠപുസ്തകത്തിൽ കിടക്കുന്ന ചില ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ ഒന്ന് പരിശോധിക്കാം. SCERT NCERTയിലൊക്കെ കിടക്കുന്ന ചില വിവരണങ്ങളും ആദ്യം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. റോഡ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. രണ്ട് വിഭാഗത്തിൻ്റെ കമ്മീഷനെ കുറിച്ച് പറയാണ്. റോഡ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ഗിവൺ ടു ഹയസ്റ്റ് പ്രയോറിറ്റി ഇൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഏരിയാസ്. വിതൗട്ട് ദം നത്തിങ് വി ഡു വിൽ ബി എഫക്റ്റീവ്. നോക്കൂ, നമ്മുടെ യാത്രയിൽ നമ്മൾ കൂടുതൽ പ്രയോറിറ്റി നൽകേണ്ട ഒരു വിഭാഗമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗമെന്ന് പറയുന്നത്. വിതൗട്ട് ദം, അവരില്ലാതെ നത്തിങ് വി ഡു വിൽ ബി എഫക്റ്റീവ്. അവരില്ലാതെ ഇന്ത്യയിൽ ഒരു കാര്യവും എഫക്റ്റീവായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് മെനി തിങ്സ് ആർ നീഡഡ് സച്ച് സ്കൂൾ, ഹെൽത്ത് സർവീസ്, കോട്ടേജ് ഇൻഡസ്ട്രീസ് എക്സെട്ര. അവരുടെ ഉന്നമനത്തിന് വേണ്ടി സ്കൂളുകൾ വേണം, കോട്ടേജ് ഇൻഡസ്ട്രി കുടിൽ വ്യവസായങ്ങൾ വേണം, ഹെൽത്ത് സർവീസുകൾ വേണം. ബട്ട് വി മസ്റ്റ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് വി ഡു നോട്ട് ഇൻ്റർഫിയർ ഇൻ ദെയർ വേ ഓഫ് ലൈഫ് ആൻഡ് ഓൺലി ഹെൽപ്പ് ദം ടു ലീവ് അക്കോർഡിംഗ് ടു ദെയർ ഓൺ വേ. നോക്കൂ, നമ്മുടെ നാടിന് വികസനത്തിന് വേണ്ടി എല്ലാം വേണം. എന്തൊക്കെ വേണം? സ്കൂളുകൾ വേണം, കോട്ടേജ് ഇൻഡസ്ട്രി വേണം, എല്ലാം വേണം. പക്ഷേ നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അവരുടെ രീതിക്ക് അന്തസ്സായി ജീവിക്കാനുള്ളൊരു ഒരവസരവും കൂടി നമ്മൾ കൊടുത്ത് അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കണം എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. 52 അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. ഇനി നോക്കൂ, മറ്റൊരു കാര്യം ഇവിടെ ഓർക്കുക. ദി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് കമ്മീഷൻ വെയർ ഫോംഡ് വിത്ത് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഫ്രം ഡിസ്ക്രിമിനേഷൻ. എന്തിനാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് അവരെ ഡിസ്ക്രിമിനേഷനിൽ നിന്ന് അവരോടൊരു വിവേചനം ഉണ്ടാകാതിരിക്കാൻ, എക്സ്പ്ലോയിറ്റഡ് ചൂഷണത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ, ആൻഡ് ബ്രിങ് ദം ടു ദി മെയിൻ സ്ട്രീം ഓഫ് സൊസൈറ്റി, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൂടി എത്തിക്കുക. അവരുടേതായ കുറ്റം കൊണ്ടല്ല അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയത്. അന്ന് നിലനിന്നിരുന്ന സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയാണ് അവരെ അങ്ങനെ തള്ളിവിട്ടത്. അങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യം ഒരു ക്ഷേമരാഷ്ട്രമായി മാറാൻ പറ്റില്ല. അവരെ കൂടി കൈപിടിച്ചുയർത്തി അവരോടുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെയാക്കി, അവരോടുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാതാക്കി അവരെ കൂടി മുഖ്യധാര മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഐഡൻറ്റിറ്റീസ് അലോങ് വിത്ത് ദിസ്. നോക്കൂ, ഇറ്റ് പ്രൊട്ടക്റ്റ് ദെയർ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആൻഡ് ഐഡൻറ്റിറ്റീസ് അലോങ് വിത്ത് ദിസ്. അവരുടെ സാംസ്കാരികമായിട്ടുള്ള പ്രത്യേകതകളും ഐഡൻറ്റിറ്റിയും സംരക്ഷിച്ചുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. ബോത്ത് ദി കമ്മീഷൻസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 2004. ഞാൻ നേരത്തെ പറഞ്ഞു 2004 ഫെബ്രുവരി 19 2 കമ്മീഷനും നിലവിൽ വന്നത്.
പട്ടികജാതി കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. 2003 89 ഭേദഗതിയിലൂടെയാണ് സംയുക്ത കമ്മീഷനെ വിഭജിച്ചതെന്ന് പറഞ്ഞു. എന്നിട്ട് 2004 ഫെബ്രുവരി 19 2 പുതിയ കമ്മീഷനുകൾ ഇന്ത്യയിൽ നിലവിൽ വരികയാണ്. ദി കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ആൻഡ് 3 അതർ മെമ്പേഴ്സ്. രണ്ട് കമ്മീഷനിൽ ഒരേ സ്ട്രക്ചറാണ്. ഒരു ചെയർമാനും ഒരു വൈസ് ചെയർമാനും മറ്റ് 3 അംഗങ്ങൾ, 5 അംഗങ്ങളാണ് മൊത്തത്തിൽ, ചെയർമാൻ ഉൾപ്പെടെ. ദി മെമ്പേഴ്സ് ഓഫ് ദി കമ്മീഷൻ ആർ അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. കാരണം ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയാലും നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ആയാലും അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതുകൊണ്ട് പ്രസിഡന്റ് തന്നെയാണ് നിയമിക്കുന്നത്. ദി മെമ്പേഴ്സ് ടേംസ് ഇൻ ഓഫീസ് ഈസ് 3 വർഷമാണ് ഈ 2 കമ്മീഷൻ്റെയും കാലാവധി. നോക്കൂ, നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. എങ്കിലും പാഠപുസ്തകത്തിൽ കിടക്കുന്ന നമ്മളൊന്ന് പറഞ്ഞു പോകുന്നതാണ്. ഇനി SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ പിന്നീട് ഒരു ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കും. 1989 SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്, അതായത് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989 ആണ് പാസ്സാക്കിയത്. The SC/ST Prevention of Atrocities Act came into force with the objectives of prevention of atrocities against SC and ST, establishing special court. കണ്ടോ, ഈ ആക്ടിലൂടെ ഇന്ത്യയിൽ SC/STക്ക് വേണ്ടി പ്രത്യേക കോടതികൾ നിലവിൽ വന്നു. ഇവരോടുള്ള അട്രോസിറ്റീസ് ആയി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക കോടതികൾ നിലവിൽ വന്നു ഈ ആക്ട് പ്രകാരം. ഫോർ ഹാൻഡിലിംഗ് സച്ച് ക്രൈംസ് ആൻഡ് ടേക്കിംഗ് സ്റ്റെപ്സ് ഫോർ ദെയർ വെൽബീയിങ് ആൻഡ് റീഹാബിലിറ്റേഷൻ. ഇവരെ കേസുകൾ പെട്ടെന്ന് പരിഗണിക്കാനും അതിൽ പരിഹാരം കാണുവാനും ഇവരെ പുനരധിവാസിപ്പിക്കുവാനും അതുപോലെ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നതിനും അത്തരം സ്പെഷ്യൽ കോടതികൾ വലിയ ഉപകാരമായി. ദി ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ദി ഇയർ 1989. 1989 ആ ആക്ട് വന്നത്. ദിസ് ആക്ട് ഡിഫൈൻസ് ദി അട്രോസിറ്റീസ് ആൻഡ് ക്രൈംസ് കമ്മിറ്റഡ് അഗൈൻസ്റ്റ് SC/ST സെക്ഷൻ. പട്ടികജാതി പട്ടികവർഗക്കാരോട് കാണിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അട്രോസിറ്റീസ് ആയിട്ട് മാറുന്നത് എന്നൊക്കെ ഈ ആക്ടിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പ്രിസ്ക്രൈബ്സ് ദി പണിഷ്മെൻറ്റ്. മാത്രമല്ല ഓരോ പ്രവൃത്തിയിലും ഓരോ അട്രോസിറ്റീസിനും എന്താണ് പണിഷ്മെൻ്റ് ഉണ്ട് ഫോർ ദോസ് ഹു കമ്മിറ്റഡ് സച്ച് ക്രൈംസ് ആൻഡ് സ്റ്റിപ്പുലേറ്റ്സ് ദി പ്രോസസ് ഫോർ ദെയർ റീഹാബിലിറ്റേഷൻ. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ഈ നിയമത്തിൽ സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരോടുള്ള ഏതൊക്കെ പ്രവൃത്തികളാണ് ശരിക്കുള്ള കുറ്റകൃത്യങ്ങൾ അട്രോസിറ്റീസ് ആയിട്ട് മാറുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഓരോന്നിനുള്ള ശിക്ഷ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വ്യക്തമാക്കുന്ന ഒരു നിയമമാണ് SC/ST പ്രിവെൻഷൻ അട്രോസിറ്റീസ് ആക്ട് 1989. ഓർമ്മിച്ചോളുക, ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചോളുക. ഇനി മറ്റൊരു ഡയഗ്രാം ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കൂ. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് കമ്മീഷൻ. അതിൻ്റെ ഈ 2 കമ്മീഷൻ്റെയും ഫങ്ഷൻസ് നോക്കൂ. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വായിച്ചു പോകാം. എൻക്വയർ ഇൻ ടു കംപ്ലൈൻസ് റിഗാർഡിംഗ് ദി അട്രോസിറ്റീസ് അഗൻസ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ചുള്ള പരാതികൾ അന്വേഷിക്കുക ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. ഇത് 2 കമ്മീഷനും ബാധകമായി വരുന്നതാണ്. ഇവാലുവേറ്റ് ദി എഫക്റ്റീവ്നെസ് ഇൻ ദി ഫങ്ഷനിങ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആൻഡ് ലോസ് ഫോർ ദി വെൽഫെയർ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. നോക്കൂ, ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയും ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ആവശ്യമെന്ന് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതും മറ്റു നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്നതും അനുസരിച്ച് അതൊക്കെ സാധ്യമായി കൊടുക്കുക. സബ്മിറ്റ് റിപ്പോർട്ട്സ് ടു ഗവൺമെൻറ് ഓൺ ദി ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് ദി സജഷൻ ഫോർ ദെയർ റെമഡീസ്. പട്ടികജാതി പട്ടികവർഗക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അവ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമെന്നുള്ള സജഷനും അതാത് സമയം ഗവൺമെൻറ്റിന് അറിയിക്കുക.
coordinate efforts for welfare, protection and growth of scheduled caste and scheduled tribes. Scheduled tribesൻ്റെ വെൽഫെയർ, ക്ഷേമം, അവരുടെ സംരക്ഷണം, അവരുടെ വളർച്ച തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക, ഇതെല്ലാം ഈ രണ്ട് കമ്മീഷൻ്റെയും പ്രധാനപ്പെട്ട ഫങ്ഷൻസാണ്. ഇതൊക്കെ വിശദമായി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. പക്ഷേ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിൽക്കട്ടെ. ഇതൊക്കെ എപ്പോഴെന്നറിയാമോ നമ്മൾ നോക്കേണ്ടത്? ക്ലാസ് ഇനിയിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളിത് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കണം. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഇത് ഉൾക്കൊള്ളാൻ പറ്റും. ക്ലിയർ അല്ലേ? ശരി, അപ്പോൾ ഇനി നമുക്ക് 1-2 കാര്യങ്ങൾ കൂടെ പറയാം. കേരള സ്റ്റേറ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് കമ്മീഷൻ കേരളത്തിലുമുണ്ട്, സംസ്ഥാന തലത്തിലുമുണ്ട്. കേരള സ്റ്റേറ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് കമ്മീഷൻ വാസ് ഫോംഡ് ഫോർ ദി വെൽഫെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് കേരള സംസ്ഥാനത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനാണിത്. ദി കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് ചെയർപേഴ്സൺ ആൻഡ് 2 അതർ മെമ്പേഴ്സ്. ചെയർമാനും മറ്റ് 2 മെമ്പർ, മൊത്തം 3 അംഗങ്ങളേ ഉള്ളൂ ഇവിടെ കേട്ടോ. ദേ ആർ അപ്പോയിൻറ്റഡ് ബൈ ദി ഗവർണർ. അവിടെ പ്രസിഡൻ്റ് ആണെങ്കിൽ സംസ്ഥാന തലത്തിൽ ഗവർണറാണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ അംഗങ്ങളെ നിയമിക്കുന്നത്. ദി ടേം ഓഫ് മെമ്പേഴ്സ് ഈസ് ഇൻ ദി ഓഫീസ് ഈസ് ദി 3 years. അത് നമ്മുടെ നാഷണൽ കമ്മീഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ കേരളത്തിലെ കമ്മീഷൻ്റെയും കാലാവധി 3 വർഷം തന്നെയാണ്. ദി മെയിൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി കമ്മീഷൻ ഈസ് ടു കണ്ടക്ട് എൻക്വയറീസ് ഓൺ ദി കംപ്ലയിൻറ്റ്സ് റിഗാർഡിംഗ് ദി കേസസ് ഓഫ് വയലേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് ടു മേക്ക് റെക്കമെൻഡേഷൻ ഫോർ ദി ഫർദർ ആക്ഷൻ ഇൻ ദോസ് കേസസ്. അവർക്കെതിരെയുള്ള വയലേഷൻസൊക്കെ, ഈ വിഭാഗത്തിനെതിരെയുള്ള വയലേഷൻസും ഒക്കെ കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെങ്ങനെ പരിഹരിക്കാമെന്ന് റെക്കമെൻഡ് ചെയ്യുക തുടങ്ങിയവയൊക്കെയാണ് ഈ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ. അതായത് ഇവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ കണ്ടെത്തുക, സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുക, ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് ഇനി എന്തൊക്കെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കണമെന്ന് ശുപാർശ ചെയ്യുക, ഇതൊക്കെ. ദി കമ്മീഷൻ ഈസ് ആൾസോ ഇൻട്രസ്റ്റഡ് വിത്ത് റെസ്പോൺസിബിലിറ്റി ടു ഇവാലുവേറ്റ് ദി സോഷ്യോ ഇക്കണോമിക് കണ്ടീഷൻസ് ആൻഡ് of the sections of the society and to make a recommendation for ensuring their progress. അതായത് സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം തുടങ്ങിയ ഉപദേശങ്ങൾ സർക്കാരിന് നൽകുക എന്നുള്ളത് ഈ കമ്മീഷൻ്റെ മറ്റ് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ഒരു ചെറിയ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പാഠപുസ്തകത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യമേ ഞാൻ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ടോപ്പിക്ക് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക, നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. ഈ കമ്മീഷൻ്റെ ആമുഖമായിട്ട് ഈ കമ്മീഷനിലേക്ക് വന്ന നാൾ വഴികൾ ഞാൻ പറഞ്ഞു, ചില അമെൻമെൻറ്റുകൾ ഓർമ്മിപ്പിച്ചു, പിന്നെ പാഠപുസ്തകത്തിലെ ചില കൊച്ചു എക്സ്പ്ലനേഷൻസ് ഓർമ്മിപ്പിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതുവരെയുള്ളത് കേളികൊട്ട് ആയിരുന്നു. യഥാർത്ഥ കഥകളി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇത് ആരംഭിക്കാം നമുക്ക്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഇനി ഇത് മുതൽ കൂടുതൽ ശ്രദ്ധാപൂർവം ഇരിക്കുക. ഇനി നേരത്തെ പറഞ്ഞത് ഒന്നും മനസ്സിലായില്ലെങ്കിലും ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. അത് കഴിഞ്ഞിട്ട് ആദ്യം പറഞ്ഞത് ഒന്നുകൂടെ വായിച്ചു നോക്കൂ, പെട്ടെന്ന് മനസ്സിലാവും. ശരി, നമുക്ക് നോക്കാം. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ST കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ST കമ്മീഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ദി മിനിസ്റ്റർ ഈസ് സെറ്റപ്പ് ടു പ്രൊവൈഡ് മോർ ഫോക്കസ്ഡ് അപ്രോച്ച് ടു ഇൻ്റഗ്രേറ്റഡ് സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഒരു ചോദ്യമാണത്. ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ പട്ടികവർഗ വിഭാഗക്കാരുടെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തെക്കുറിച്ച് കാര്യങ്ങൾ പരിശോധിക്കുവാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനും ഒരു മിനിസ്റ്ററി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഏത് മിനിസ്റ്ററി നമുക്ക് നോക്കാം. പട്ടികവർഗ വിഭാഗക്കാരുടെ പ്രശ്നങ്ങൾക്കായിട്ട് ഇന്ത്യയിൽ പ്രത്യേകമായിട്ട് രൂപം കൊണ്ട ഒരു മിനിസ്റ്ററിയുടെ പേര് മിനിസ്റ്ററി ഓഫ് ട്രൈബൽ അഫയേഴ്സ്, ഗിരിവർഗ മിനിസ്റ്ററി. അതാണ് മിനിസ്റ്ററി ഓഫ് ട്രൈബൽ അഫയേഴ്സ്. മനസ്സിലാവുന്നുണ്ടല്ലോ. മിനിസ്റ്ററി ഓഫ് ട്രൈബൽ അഫയേഴ്സ് വാസ് സെറ്റപ്പ് ഇൻ 1999. 1999 ഇങ്ങനൊരു മന്ത്രാലയം
രൂപീകരിക്കപ്പെട്ടത്. മിനിസ്റ്ററി ഫോർ ട്രൈബൽ അഫേഴ്സ് വാസ് സെറ്റപ്പ് ഇൻ 1999 ആഫ്റ്റർ ബൈഫ്രിക്കേഷൻ ഓഫ് മിനിസ്റ്ററി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്. സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്, സാമൂഹ്യ നീതി ശാക്തീകരണ വകുപ്പിനെ വിഭജിച്ചാണ് മിനിസ്റ്ററി ഓഫ് ട്രൈബൽ അഫേഴ്സ് രൂപീകരിക്കപ്പെട്ടത്. വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഏത് മന്ത്രാലയത്തിനെ വിഭജിച്ചാണ് ഗിരിവർഗ മന്ത്രാലയം രൂപീകരിക്കപ്പെട്ടത്? ട്രൈബൽ അഫേഴ്സിന് വേണ്ടിയിട്ട് മിനിസ്റ്ററി ഓഫ് ട്രൈബൽ അഫേഴ്സ് രൂപീകൃതമായത് ഏത് മന്ത്രാലയത്തെ ബൈഫർക്കേറ്റ് ചെയ്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മിനിസ്റ്ററി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്. അതായത് ശരിക്കും സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തെ വിഭജിച്ചുകൊണ്ടാണ് മിനിസ്റ്ററി ഓഫ് ട്രൈബൽ അഫേഴ്സ് എന്ന് പറയുന്ന മന്ത്രാലയം രൂപീകരിക്കപ്പെട്ടത്. ഇനി നോക്കൂ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, 2 കമ്മീഷനും നിലവിൽ വന്നത് ഒരേ ദിവസമാണ്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റും നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സും. അപ്പം ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 2004 ഫെബ്രുവരി 19. ഏതിലൂടെ, ഏത് അമെൻമെൻറ്റിലൂടെയാണ് രൂപീകരിക്കപ്പെട്ടത്? 89th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2003 അല്ലേ? 89ാം ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ കമ്പൈൻഡ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ 2ആയിട്ട് വിഭജിച്ചു. എന്നിട്ട് 2004 ഫെബ്രുവരി 19 2 പുതിയ കമ്മീഷനുകൾ നിലവിൽ വന്നു. അതിലൊന്നിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2004 ഫെബ്രുവരി 19. മറക്കൂലല്ലോ. ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. മറക്കരുത്, ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്, സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനം. അങ്ങനെയാണെങ്കിൽ ഭരണഘടനാ സ്ഥാപനമാണെങ്കിൽ ഭരണഘടനയിൽ പേര് പരാമർശിപ്പിക്കപ്പെടുമല്ലോ, ഭരണഘടനയിൽ ഒരു പ്രൊവിഷൻ കാണുമല്ലോ. അപ്പോൾ ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 338A, ആർട്ടിക്കിൾ 338 എന്ന് മാത്രം പറഞ്ഞാൽ SC കമ്മീഷനാണ്. ആർട്ടിക്കിൾ 338A എന്ന് പറയുമ്പോൾ അത് ST കമ്മീഷനാണ്. ഇനി ആർട്ടിക്കിൾ 338B എന്ന് പറയുമ്പോൾ അത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് ആണ്, പിന്നാക്കാവിഭാഗ കമ്മീഷനാണ്. ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചുകൊള്ളുക. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ആർട്ടിക്കിൾ 338A. മറക്കരുത്, ഒരു ലെറ്ററും ഇല്ലാതെ ആർട്ടിക്കിൾ 338 എന്ന് മാത്രം പറഞ്ഞാൽ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുക. ആർട്ടിക്കിൾ 338B എന്ന് പറഞ്ഞാൽ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുക. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. ഇനി നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞു 89th അമെൻമെൻറ്റ് ആക്ട് ബൈഫ്രിക്കേറ്റഡ് the previous combined commission for scheduled caste and scheduled tribes into 2 separate bodies, national commission for scheduled caste and national commission for scheduled tribes. പറഞ്ഞ കാര്യം തന്നെയാണ്. national commission for scheduled tribes was established to oversee the implementation of constitution and legal safeguard of scheduled tribes. എന്തിനാണ് ഈ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ പട്ടികവർഗ വിഭാഗക്കാർക്ക് ലഭിക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുക, മറ്റു നിയമപ്രകാരമുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുക, അതുതന്നെയാണ് ഉദ്ദേശം. ഇനി ഈ സംഘടനയുടെ കമ്മീഷൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് പരിശോധിക്കാം. കംപ്രൈസസ് എ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ആൻഡ് 3 മെമ്പേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു മൊത്തം 5 പേര്, ഒരു ചെയർമാൻ, ഒരു വൈസ് ചെയർമാൻ, 3 അംഗങ്ങൾ, അങ്ങനെ ടോട്ടൽ 5 പേരാണ് ഉള്ളത്, ഇൻക്ലൂഡിംഗ് ചെയർപേഴ്സൺ. ടോട്ടൽ 5 മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ചെയർപേഴ്സൺ. ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ബിക്കോസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അതുകൊണ്ട് നിയമിക്കുന്നതും ഭരണഘടനാ തലവനായ രാഷ്ട്രപതി തന്നെയാണ്. സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ സംസ്ഥാനത്തെ ഭരണഘടനാ തലവനായ ഗവർണറായിരിക്കും, അത് നിങ്ങൾക്കറിയാം. ഇനി ടേം ഓഫ് ഓഫീസ്, ഇതിൻ്റെ
ഓഫീസിൻ്റെ കാലാവധി, ഈ കമ്മീഷൻ്റെ കാലാവധി 3 വർഷം. അത് ഒരുവിധപ്പെട്ട കമ്മീഷൻ്റെ കാലാവധികളൊക്കെ ഇപ്പോൾ 3 വർഷമാക്കി മാറ്റിയിട്ടുണ്ട്. അല്ലാത്തത് ഒരുപാടുണ്ട്. ഞാൻ പറയുന്നത് സാധാരണ നമുക്ക് പറയാം 3 വർഷമാണ് ഇതിൻ്റെ കാലാവധി. നോക്കൂ, ദി സർവീസ് കണ്ടീഷൻസ് ആൻഡ് ടേംസ് ഓഫ് ഓഫീസ് ഫോർ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദി പ്രസിഡന്റ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ്റെയും വൈസ് ചെയർമാൻ്റെയോ അംഗങ്ങളുടെയോ ടേം ഓഫ് ഓഫീസ്, അവരുടെ കാലാവധി, അവരുടെ മറ്റ് വ്യവസ്ഥകൾ, തൊഴിൽ വ്യവസ്ഥകൾ എന്നിവ നിശ്ചയിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ്. അപ്പോയിൻറ്റിങ് അതോറിറ്റി തന്നെയാണ്. ക്ലിയർ അല്ലേ? ദി മെമ്പർ ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവർ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുമോ? എലിജിബിൾ ആണോ? ദി മെമ്പേഴ്സ് ആർ എലിജിബിൾ ഫോർ അപ്പോയിൻമെൻറ്റ്. ഒരു സംശയവും വേണ്ട. ഒരിക്കൽ ഈ പദവി വഹിച്ചവർക്ക് വീണ്ടും പദവി വഹിക്കാൻ കഴിയുമോ? കഴിയും. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ബട്ട് ജനറലി നോട്ട് ഫോർ മോർ ദാൻ 2 ടേംസ്. 2 തവണയിൽ കൂടുതൽ സെയിം പദവി വഹിക്കാൻ കഴിയില്ല. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ അംഗമായിരുന്ന ഒരാളിന് വീണ്ടും അംഗമാകാമോ? ആകാം. 2 തവണ കൂടുതലാകരുത് എന്ന് പറഞ്ഞാൽ ഒരു ടേം കഴിഞ്ഞ് ഒരിക്കൽ കൂടിയാകാം, പിന്നീടാകാൻ പറ്റില്ല. ചെയർമാനായാലും അതുപോലെ തന്നെയാണ്. അപ്പോൾ മെമ്പേഴ്സ് ആർ എലിജിബിൾ ഫോർ അപ്പോയിൻമെൻറ്റ് ബട്ട് ജനറലി നോട്ട് ഫോർ മോർ ദാൻ 2 ടേംസ്. മറക്കരുത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഇതിൻ്റെ ആസ്ഥാനം, പട്ടികവർഗ കമ്മീഷൻ്റെ ആസ്ഥാനം ലോക് നായക് ഭവൻ, ന്യൂഡൽഹിയാണ്. അതിൻ്റെ പേര് ലോക് നായക് ഭവൻ എന്നാണ്. മറക്കരുത്. ഇനി ഫങ്ഷൻസ് ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ നോക്കാം. മോണിറ്ററിങ്, സേഫ് ഗാർഡ്, ഇവരുടെ സുരക്ഷിതത്വം എപ്പോഴും വിശകലനം ചെയ്തുകൊണ്ടിരിക്കുക, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഇവാലുവേറ്റിംഗ് വർക്കിംഗ് ഓഫ് സേഫ് ഗാർഡ്, ലീഗൽ പ്രൊവിഷൻസ് ആൻഡ് ഗവൺമെൻറ് ഓർഡേഴ്സ് എയിംഡ് അറ്റ് ST പ്രൊട്ടക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. കേട്ടോ, ഭരണഘടനാ പ്രകാരമുള്ള ഇവരുടെ അവകാശങ്ങൾ, മറ്റ് നിയമപ്രകാരമുള്ള ഇവരുടെ അവകാശങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിലൂടെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇവരുടെ പ്രൊട്ടക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുക, സൂക്ഷ്മ നിരീക്ഷണം നടത്തുക. അതായത് ഭരണഘടനാപരമായും മറ്റു നിയമപരമായിട്ടും ഗവൺമെൻറ് കാലാകാലങ്ങളിൽ ഇറക്കുന്ന ഉത്തരവ് പ്രകാരമുള്ള ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുക. അടുത്ത് നോക്കൂ, എൻക്വയറി ഇൻറ്റു കംപ്ലയിൻറ്റ്സ്, പരാതികളിൽ അന്വേഷണം നടത്തുക. കമ്മീഷൻ അങ്ങനെ ഒരു അവകാശമുണ്ട്. നോക്കൂ, അധികാരമുണ്ട്. ഇൻവെസ്റ്റിഗേറ്റിംഗ് സ്പെസിഫിക് കംപ്ലയിൻറ്റ് റിഗാർഡിംഗ് ദി വയലേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് സേഫ് ഗാർഡ് ഓഫ് STs, പട്ടികവർഗ വിഭാഗങ്ങളുടെ അവകാശ ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുക. അതും ഈ കമ്മീഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ്. ഇനി അഡ്വൈസറി റോളുണ്ട്, ഉപദേശാധികാരം. പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് ഇൻ അഡ്വൈസിങ് ദി പ്ലാനിംഗ് പ്രോസസ് ഫോർ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് STs ഇൻക്ലൂഡിങ് ഇവാലുവേറ്റിംഗ് പ്രോഗ്രസ്. സർക്കാർ തലത്തിലൊക്കെ ഈ കമ്മീഷൻ ഒരു അവകാശമുണ്ട്. ഈ പട്ടികവർഗ വിഭാഗക്കാരുടെ കാര്യങ്ങളിൽ സർക്കാർ പ്ലാൻ ചെയ്യുമ്പോൾ അതിൽ ഉപദേശം നൽകാൻ ഈ കമ്മീഷൻ അധികാരമുണ്ട്. അവരെ എങ്ങനെ അവരുടെ പ്രോഗ്രസ് തൃപ്തികരമായ രീതിയിൽ കൊണ്ടുവരാം, എങ്ങനെ അവരുടെ ഡെവലപ്മെൻറ്റ് എഫക്റ്റീവ് ആക്കാം തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരിനെ ഉപദേശിക്കുക, അല്ലെങ്കിൽ മറ്റ് അതോറിറ്റീസിനെ ഉപദേശിക്കുക. റിപ്പോർട്ടിംഗ് ടു ദി പ്രസിഡൻറ്റ്, രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. സബ്മിറ്റിംഗ് ആനുവൽ ഓർ സ്പെഷ്യൽ റിപ്പോർട്ട് ടു ദി പ്രസിഡൻറ്റ്. നോക്കൂ, ആനുവൽ ഓർ സ്പെഷ്യൽ റിപ്പോർട്ട് ടു ദി പ്രസിഡൻറ്റ് ഓൺ എഫിഷ്യൻസി ഓഫ് സേഫ് ഗാർഡ്സ്, റെക്കമെൻഡിങ് മെഷേഴ്സ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. അതായത് സമയാസമയം രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാം. വാർഷിക റിപ്പോർട്ട് ST കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ്? പ്രസിഡൻറ്റിനാണ്. ഏത് റിപ്പോർട്ട് സമർപ്പിക്കും? ആനുവൽ റിപ്പോർട്ട്, ചിലപ്പോൾ സ്പെഷ്യൽ റിപ്പോർട്ട്. വർഷാവർഷം മാത്രമല്ല, ആവശ്യമെന്ന് തോന്നുന്ന സമയത്ത് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഓർമ്മിച്ചോളുക, അതും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു
ഫങ്ഷൻ തന്നെയാണ്. എന്തിനെക്കുറിച്ചാണ് റിപ്പോർട്ട് വരുന്നത്? എഫിഷ്യൻസി ഓഫ് സേഫ് ഗാർഡ്, റെക്കമെൻഡിങ് മെഷേഴ്സ്, ഇമ്പ്രൂവ്മെൻറ്റ്. ഇവരുടെ സേഫ് ഗാർഡിനെ കുറിച്ച്, അത് ഇവരുടെ ഇമ്പ്രൂവ്മെൻറ്റ്, എങ്ങനെ എഫിഷ്യൻ്റായിട്ട് ഇവരുടെ ഡെവലപ്മെൻറ്റുകൾ കൊണ്ടുവരാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ശുപാർശ സമർപ്പിക്കുന്നു. ഇനി ഡെവലപ്മെൻ്റൽ വെൽഫെയർ, അവരുടെ ക്ഷേമത്തിന് ആവശ്യമായിട്ടുള്ള വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? പ്രൊവൈഡിങ് റെക്കമെൻഡേഷൻ ഫോർ ഇംപ്രൂവിങ് ട്രൈബൽ റൈറ്റ്സ്, എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സോഷ്യോ ഇക്കണോമിക് കണ്ടീഷൻ. ഈ ട്രൈബൽ ഗ്രൂപ്പിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവസരങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ മെച്ചപ്പെടുന്നതിനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ കമ്മീഷനാണ്. അതായത് ഈ ആദിവാസി ഗിരിവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ഉയർച്ച, അവരുടെ സാമൂഹികവും സാമ്പത്തികമായ ഉയർച്ച, ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്ന, ഡെവലപ്മെൻറ്റൽ വെൽഫെയറിനെ കുറിച്ച് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതും ഈ കമ്മീഷൻ്റെ ഒരു ധർമ്മമാണ്. ഇതാണ് ജനറൽ ഫങ്ഷനിൽ വരുന്നത്. ഇനി സ്പെഷ്യലൈസ്ഡ് ഫങ്ഷനുണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രത്യേക ഫങ്ഷൻ. അതായത് 2005 ചട്ടപ്രകാരമുള്ള, 2005 സ്പെഷ്യൽ റൂൾ കൊണ്ടുവന്നു, ചില ചട്ടങ്ങൾ കൊണ്ടുവന്നു. അത് പ്രകാരമുള്ള ചില പ്രത്യേക അവകാശങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ലാൻഡ് റീഹാബിലിറ്റേഷൻ, പ്രിവെൻറ്റിങ് ട്രൈബൽ ലാൻഡ് ഏലിയനേഷൻ. ലാൻഡ് ഏലിയനേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമി അന്യവൽക്കരിക്കുക, അല്ലെങ്കിൽ ഇവരെ ശരിക്ക് ഭൂമിയിൽ നിന്ന് ഒഴിവാക്കുക, ഇവരെ ഭൂമി നഷ്ടപ്പെടുന്ന അവസ്ഥ, അത് തടയുക. ശരിക്ക് പ്രിവെൻറ്റിങ് ട്രൈബൽ ലാൻഡ് ഏലിയനേഷൻ ആൻഡ് എൻഷുറിങ് പ്രോപ്പർ റീഹാബിലിറ്റേഷൻ ഫോർ ദീസ് ഡിസ്പ്ലേസ്ഡ് ബൈ പ്രോജക്റ്റ്. ഇനി എത്ര തന്നെ ഇവരെ നമ്മൾ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ചില സമയത്ത് ഇവരുടെ ഭൂമി നഷ്ടപ്പെടുന്ന സാഹചര്യം വരും. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ ഒരു ഡാമൊക്കെ കെട്ടുമ്പോൾ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു ചെറിയ ഡാമൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ആദിവാസി മേഖലകൾ കുടിയൊഴിപ്പിക്കപ്പെടും. വലിയ പ്രോജക്റ്റുകൾ വരുമ്പോൾ, റോഡുകൾ, പാലങ്ങൾ തുടങ്ങിയവയൊക്കെ വരുമ്പം ഇതേപോലെയുള്ള വിഭാഗങ്ങൾ പ്രത്യേകിച്ച് കുടിയിറക്കപ്പെട്ടു പോകാം. അപ്പോൾ അങ്ങനെ കുടിയിറക്കപ്പെട്ടു പോകുന്നവരെ റീഹാബിലിറ്റേഷൻ നടത്തുക, പുനരധിവാസം, അവരെ പുനരധിവസിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ കമ്മീഷൻ നേരിട്ട് ഏറ്റെടുത്ത് നടത്താറുണ്ട്. അടുത്ത ഫോറസ്റ്റ് റൈറ്റ്, വനത്തിൻ്റെ അവകാശം അവർക്ക് നൽകണം. കാടിൻ്റെ മക്കളാണ് അവർ. പ്രൊമോട്ടിംഗ് ദി ഇൻക്ലൂഷൻ ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇൻ മാനേജിങ് ഫോറസ്റ്റ് റിസോഴ്സസ്. വനവിഭവങ്ങളെ മാനേജ് ചെയ്യാനുള്ള അധികാരം അവർക്ക് കൊടുക്കണം. കാരണം വനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, വനത്തിൻ്റെ മക്കളാണ്, കാടിൻ്റെ മക്കളാണ്. അപ്പം ശരിക്ക് ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് ഒരു റൈറ്റ് ഉണ്ട്, മാനേജ്മെൻറ്റ് ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ്. വനവിഭവങ്ങൾ മാനേജ് ചെയ്യാനുള്ള അവസരം അവർക്ക് നൽകണം. അത് സ്പെഷ്യൽ റൈറ്റാണ്. ഇനി നോക്കൂ, പെസ റൈറ്റ്സ്, പെസ ഇംപ്ലിമെൻറ്റേഷൻ. എന്താണ് ഈ പെസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയാസ്. 1996 പാസാക്കിയ ഒരു നിയമമാണ്. ആദിവാസികൾക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകിക്കൊണ്ട് പാസാക്കി. അതായത് അവർക്ക് പ്രത്യേക സംരക്ഷണം, അവർക്ക് പ്രത്യേക സ്വയംഭരണ അവകാശം നൽകിക്കൊണ്ട് പാസാക്കിയ ഒരു ആക്റ്റാണ്. പഞ്ചായത്ത് രാജ് ആക്ട് ബാധകമാകാത്ത ചില പ്രദേശങ്ങളിൽ, ആദിവാസി മേഖലകളിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടനയിലെ 5ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആദിവാസി മേഖലകൾക്കാണ് ഈ പെസ നിയമം ബാധകമായി വരുന്നത്. അതായത് പഞ്ചായത്ത് രാജ് ആക്ട് ബാധകമാകാത്ത ചില പ്രദേശങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയിലെ 5ാം ഷെഡ്യൂളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഗോത്രവർഗക്കാരുടെ സ്വയം ഭരണ അവകാശ, അല്ലെങ്കിൽ അവരുടെ സ്വയം സംരക്ഷണ അവകാശവുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് പെസ നിയമം. ആ പെസ നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നത് ഇവരുടെ ഒരു സ്പെഷ്യൽ ഫങ്ഷനായിട്ട് നമ്മുടെ ഈ കമ്മീഷൻ്റെ സ്പെഷ്യൽ ഫങ്ഷൻ. എൻഷുറിങ് ദി എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രൊവിഷൻ ഓഫ് പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയാസ് ആക്ട്. അങ്ങനെ ഒരു ആക്ട് ഉണ്ട്, 96 പാസ്സാക്കിയ ഒരു ആക്റ്റാണ്. അതായത് നമ്മുടെ
ആദിവാസികളുടെ പ്രത്യേക സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു നിയമമാണ്. പഞ്ചായത്ത് രാജ് ആക്ട് ബാധകമല്ലാത്ത ചില പ്രദേശങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിലെ 5-ാം ഷെഡ്യൂൾ ഉൾപ്പെട്ട ആദിവാസികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമം അത് എഫക്റ്റീവായിട്ട് നടപ്പാക്കുക. ഇതും ഈ കമ്മീഷൻ്റെ മറ്റൊരു സ്പെഷ്യൽ ഫങ്ഷനാണ്. റിസോഴ്സസ് മാനേജ്മെൻറ്റ്, ഇനി വനവിഭവങ്ങൾ മാനേജ് ചെയ്യുന്നത്, സേഫ് ഗാർഡിങ് റൈറ്റ്സ് ഓവർ മൈനർ ഫോറസ്റ്റ് പ്രോഡക്ട്സ്, വാട്ടർ റിസോഴ്സസ് ആൻഡ് മിനറൽ റിസോഴ്സസ്. വനവുമായി ബന്ധപ്പെട്ട വാട്ടർ റിസോഴ്സസ്, മിനറൽ റിസോഴ്സസ്, ഫോറസ്റ്റ് പ്രോഡക്റ്റ് ഇതെല്ലാം മാനേജ് ചെയ്യാനുള്ള അവകാശം അവർക്ക് നൽകണം. സ്പെഷ്യൽ ഫങ്ഷൻസ് ആണ് ഇതൊക്കെ. ഇനി ഇതൊക്കെയാണ് ഈ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എങ്കിൽ കമ്മീഷൻ്റെ അധികാരങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. പവേഴ്സ് ഓഫ് ദി കമ്മീഷൻ. ദി കമ്മീഷൻ ഹാസ് ദി പവേഴ്സ് ഓഫ് എ സിവിൽ കോർട്ട്. ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും ഈ കമ്മീഷനുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ? റിഗാർഡിംഗ് ദി ഫോളോയിങ് മാറ്റേഴ്സ്, ഇനി പറയുന്ന കാര്യങ്ങളിൽ ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും ഈ കമ്മീഷനുണ്ടായിരിക്കും. എന്താണ് സിവിൽ കോടതി ചെയ്യുന്നത്? എന്താണ്? സമ്മണിങ് ആൻഡ് എൻഫോഴ്സിങ് ദി അറ്റൻഷൻസ് ഓഫ് എനി പേഴ്സൺ ഫ്രം എനി പാർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് എക്സാമിനിങ് ദം ഓൺ ഓത്ത്. പട്ടികവർഗ വിഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി, അയാളിന് ഇന്ത്യയുടെ ഏത് കോണിലുള്ള ആളായാലും ഏത് പ്രദേശത്തെ ആളായാലും അയാളെ കമ്മീഷനിൽ വിളിച്ചു വരുത്തുവാനും അയാളെ കൊണ്ട് സത്യവാചകം ചൊല്ലിയിട്ട് അയാളെ എക്സാമിൻ ചെയ്യാനുമുള്ള അവകാശം കമ്മീഷനുണ്ട്. സത്യവാചകം ചൊല്ലുക എന്ന് പറഞ്ഞാൽ അറിയില്ല, അപ്പോൾ കോടതിയാണ്. കോടതിയുടെ മുമ്പിൽ ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ കോടതി മുമ്പാകെ സത്യം ബോധിപ്പിച്ചു കൊള്ളാം എന്ന് സത്യപ്രതിജ്ഞയില്ലേ, അതുപോലെ ഈ കമ്മീഷൻ ആ വ്യക്തിയെ വിളിച്ച് ഓത്തെടുത്ത് അയാളിൽ നിന്ന് എന്ത് ചെയ്യുക? വിവരങ്ങൾ ശേഖരിക്കുക. അതൊരു സിവിൽ കോടതിയുടെ അധികാരമാണ്, അത് ഈ കമ്മീഷനുണ്ട്. ഇനി നോക്കൂ, റിക്വയറിംഗ് ദി ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എനി ഡോക്യുമെൻ്റ്. ഈ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട ഏത് രേഖകളും ആവശ്യപ്പെടാനും അത് നേടാനും കമ്മീഷൻ അവകാശമുണ്ട്. റിസീവിങ് എവിഡൻസ് ഓൺ അഫിഡവിറ്റ്. ഇനി ആരെങ്കിലും നൽകിയ അഫിഡവിറ്റ്, എന്താണ് അഫിഡവിറ്റ്? അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സത്യവാങ്മൂലം. കമ്മീഷന് നൽകുന്ന സത്യവാങ്മൂലം ഓരോരുത്തർ അഫിഡവിറ്റ് നൽകുമല്ലോ, അതിൽ തെളിവുകൾ ശേഖരിക്കാം. അഫിഡവിറ്റിന്മേൽ എവിഡൻസുകൾ ശേഖരിക്കാനുള്ള കളക്ട് ചെയ്യാനുള്ള അധികാരവും കമ്മീഷനുണ്ട്. അടുത്ത് നോക്കൂ, റിക്വസിഷനിങ് എനി പബ്ലിക് റെക്കോർഡ് ഫ്രം എനി കോർട്ട് ഓർ ഓഫീസ്. ഏത് കോടതിയിലിരിക്കുന്ന, ഏത് പൊതുസ്ഥാപനങ്ങളിലിരിക്കുന്ന ഡോക്യുമെൻറ്റുകളും, ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകളും ആവശ്യപ്പെടാൻ കമ്മീഷൻ അവകാശമുണ്ട്. കോടതിയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകളായിരിക്കുമല്ലോ, അതൊക്കെ കോടതിയിൽ നിന്ന് കളക്ട് ചെയ്യാനും പബ്ലിക് ഓഫീസുകളിൽ നിന്ന് കളക്ട് ചെയ്യാനും. റിപ്പോർട്ട് നമ്മൾ പറഞ്ഞില്ലേ, ഈ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കാൻ പറയും. ഇപ്പോൾ പോലീസിനോട് പറയും റിപ്പോർട്ട്, ഇത്ര ദിവസങ്ങളിൽ റിപ്പോർട്ട് തരാൻ പറയും, റിപ്പോർട്ട് കൊടുത്തേ മതിയാവൂ. അങ്ങനെ എവിടെ നിന്നും റിപ്പോർട്ടുകൾ ശേഖരിക്കാനും കമ്മീഷൻ അവകാശമുണ്ട്. ഏതെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ കമ്മീഷൻ തന്നെ പോലീസ് മേധാവിയോട് പറയും ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇതെല്ലാം ശേഖരിക്കാനുള്ള അവകാശമുണ്ട്. ഇഷ്യൂയിങ് സമൺസ് ഫോർ എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ്. ഇനി സാക്ഷികളെ സമൻസ് അയച്ച് വിളിച്ചു വരുത്താൻ ഈ കമ്മീഷൻ അവകാശമുണ്ട്. സാക്ഷികളെ സമൻസ് മീൻസ് നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്താൻ അവകാശമുണ്ട്. ക്യാരിയിങ് ഔട്ട് എനി അതർ ഫങ്ഷൻ സ്പെസിഫൈഡ് ബൈ ദി പ്രസിഡൻറ്റ്. രാഷ്ട്രപതി പറയുന്ന മറ്റേത് കാര്യങ്ങളും, രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന മറ്റേത് കാര്യങ്ങളും ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇനി കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് സബ്മിറ്റ്സ് ആനുവൽ റിപ്പോർട്ട് ആൻഡ് സ്പെഷ്യൽ റിപ്പോർട്ട് ടു ദി പ്രസിഡൻറ്റ്. റിപ്പോർട്ട് സമർപ്പിക്കുന്നതാർക്ക്? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് സബ്മിറ്റ്സ് ഇറ്റ്സ് റിപ്പോർട്ട് ടു ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ആനുവൽ റിപ്പോർട്ടാകാം, അല്ലെങ്കിൽ സ്പെഷ്യൽ റിപ്പോർട്ടാകാം. വാർഷിക റിപ്പോർട്ടോ മറ്റേത് സമയം കൊടുക്കുന്ന സ്പെഷ്യൽ റിപ്പോർട്ടോ ആകാം. പ്രസിഡൻറ്റിലാണ് കൊടുക്കുന്നത്. ഇനി പ്രസിഡൻറ്റ് ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പ്രസിഡൻറ്റ് എന്ത് ചെയ്യും? ശ്രദ്ധിക്കണം. അതായത് ആഫ്റ്റർ റിസീവിങ് ദി റിപ്പോർട്ട് ഫ്രം നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് പ്രസിഡൻറ്റ് സബ്മിറ്റ് ഇറ്റ്സ് ടു പാർലമെൻറ്റ്. രാഷ്ട്രപതിയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന, കമ്മീഷൻ സമർപ്പിക്കുന്ന റിപ്പോർട്ട് രാഷ്ട്രപതി ആർക്ക് സമർപ്പിക്കും? പാർലമെൻറ്റിന് മുമ്പ് സമർപ്പിക്കും. എന്തോടുകൂടി? അക്കമ്പനീഡ് ബൈ എ മെമ്മോറാണ്ടം. അക്കമ്പനീഡ് ബൈ എ മെമ്മോറാണ്ടം. രാഷ്ട്രപതിയുടെ മുമ്പിൽ
ഷെഡ്യൂൾഡ് ട്രൈബ്സ് കമ്മീഷൻ നൽകുന്ന റിപ്പോർട്ട് രാഷ്ട്രപതി ഒരു മെമ്മോറാണ്ടത്തോടു കൂടിയാണ് പാർലമെൻറ്റിൽ സമർപ്പിക്കുന്നത്. എന്ത് മെമ്മോറാണ്ടം? അതായത് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ മേൽ എന്ത് നടപടി സ്വീകരിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല, ഈ വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കിയിട്ട് ആ മെമ്മോറാണ്ടവും ഈ റിപ്പോർട്ടും കൂടെയാണ് രാഷ്ട്രപതി എവിടെ സമർപ്പിക്കുന്നത്? പാർലമെൻറ്റിന് മുമ്പിൽ സമർപ്പിക്കുന്നത്. ശ്രദ്ധിക്കണം, ദാ പറഞ്ഞിട്ടുണ്ട്, ദി മെമ്മോറാണ്ടം എക്സ്പ്ലെയിൻസ് ദി ആക്ഷൻ ടേക്കൺ ഓൺ ദി കമ്മീഷൻസ് റെക്കമെൻഡേഷൻ. ഇനി ദി മെമ്മോറാണ്ടം എക്സ്പ്ലിസിറ്റ്ലി ഔട്ട്ലൈൻസ് റീസൺ ഇഫ് എനി ഓഫ് ദി റെക്കമെൻഡേഷൻസ് വെയർ നോട്ട് അക്സെപ്റ്റഡ്. കമ്മീഷൻ്റെ ഏതൊക്കെ റെക്കമെൻഡേഷൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങളെടുത്തു, നടപടികളെടുത്തു, ഏതൊക്കെ റെക്കമെൻഡേഷൻ സ്വീകരിക്കാൻ കഴിയില്ല, ഈ വിവരങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടവും കൂടി ഈ റിപ്പോർട്ടിനോടൊപ്പം പാർലമെൻറ്റിൽ സമർപ്പിക്കും രാഷ്ട്രപതി. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇഫ് ദി റിപ്പോർട്ട് ഓർ എനി പാർട്ട് ഓഫ് ഇറ്റ് കൺസേൺ എ സ്പെസിഫിക് സ്റ്റേറ്റ് ഗവൺമെൻറ്, ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറിച്ച് പരാമർശിക്കുന്നു. ഇപ്പം കേരളത്തിൽ ഒരു എസ് ടിയുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ നടന്നതായിട്ട് റിപ്പോർട്ടിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ടോ അല്ലെങ്കിൽ ആ പറയുന്ന പാർട്ടോ പ്രസിഡന്റ് എന്ത് ചെയ്യുമെന്നറിയാമോ? ആ കൺസേൺഡ് സ്റ്റേറ്റ് ഗവർണർക്ക് നൽകും. ഇപ്പം കേരളത്തെക്കുറിച്ചാണ് ഇങ്ങനൊരു പരാമർശം കമ്മീഷൻ പ്രസിഡൻറ്റിൻ്റെ റിപ്പോർട്ടിൽ കൊടുത്തുവെങ്കിൽ പ്രസിഡന്റ് ആ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ ആ ഭാഗം ആ കേരള ഗവർണർക്ക് സമർപ്പിക്കും. ഗവർണർ എന്ത് ചെയ്യുമെന്നറിയാമോ? ദി ഗവർണർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ലേയിങ് ദി റിപ്പോർട്ട് ബിഫോർ ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. പ്രസിഡന്റ് ചെയ്തതുപോലെ തന്നെ ഗവർണർ ഈ റിപ്പോർട്ട് സംസ്ഥാന നിയമസഭയുടെ മുമ്പിൽ സമർപ്പിക്കും അലോങ് വിത്ത് എ മെമ്മോറാണ്ടം. അവിടെ അതുപോലെ തന്നെയാണ്, അലോങ് വിത്ത് എ സിമിലർ മെമ്മോറാണ്ടം റിഗാർഡിംഗ് ദി ആക്ഷൻ ടേക്കൺ. ഗവർണർ അതിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല, അത് പറഞ്ഞുകൊണ്ട് ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കിയിട്ട് ആ മെമ്മോറാണ്ടത്തോടൊപ്പം ഈ രാഷ്ട്രപതി അയച്ചു കൊടുത്ത റിപ്പോർട്ട് ഗവർണർ എന്ത് ചെയ്യും? സംസ്ഥാന ലെജിസ്ലേച്ചറിന് മുമ്പിൽ സമർപ്പിക്കും. ക്ലിയർ അല്ലേ? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് സബ്മിറ്റ്സ് റിപ്പോർട്ട്സ് ആനുവലി ഓർ അറ്റ് അതർ ടൈംസ് ആസ് ഇറ്റ് ഡീംസ് നെസസറി ടു ദി പ്രസിഡന്റ്. നോക്കൂ, എപ്പോഴൊക്കെ ആവശ്യമെന്ന് കണ്ടാൽ അപ്പോൾ, അല്ലെങ്കിൽ ആനുവലി റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്നത് ഈ കമ്മീഷൻ സമർപ്പിക്കാറുണ്ട്. ഇനി കുറച്ച് ആൾക്കാരുടെ പേര് പറയാൻ നോക്ക്. ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് 2003 89 ഭേദഗതിയിലൂടെയാണ് കമ്പൈൻഡ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ രണ്ടായിട്ട് വിഭജിച്ച് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നും നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നും രണ്ടായിട്ട് വിഭജിച്ച കാര്യം പറഞ്ഞു. അങ്ങനെ വിഭജിച്ച് വന്നതിന് ശേഷം 2004 ഫെബ്രുവരി 19 രണ്ട് കമ്മീഷനും നിലവിൽ വന്നതെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ 2004 ഫെബ്രുവരി 19 ദേശീയ പട്ടിക വർഗ കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ അതിൻ്റെ ആദ്യ ചെയർമാനായിരുന്ന വ്യക്തി കൻവർ സിംഗ്. 1992 നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് നിലവിൽ വന്നപ്പോൾ കമ്പൈൻഡ് കമ്മീഷൻ്റെ ചെയർമാൻ കെ രാംധൻ ആയിരുന്നു. ഇത് പിരിഞ്ഞപ്പോൾ ദേശീയ പട്ടിക വർഗ കമ്മീഷൻ്റെ ചെയർമാൻ കൻവർ സിംഗും ദേശീയ പട്ടിക ജാതി കമ്മീഷൻ്റെ ചെയർമാൻ സൂരജ് ഭാനും ആയിരുന്നു. മറന്നുപോലെ ഈ പേരുകൾ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത്. കൻവർ സിംഗ് പട്ടിക വർഗ കമ്മീഷൻ, കൻവർ സിംഗ് ഓർമ്മിച്ചോളുക. കൻവർ സിംഗ് ആദ്യ ചെയർമാൻ പട്ടികവർഗ കമ്മീഷൻ്റെ. കറണ്ട് ചെയർപേഴ്സൺ, ഇപ്പോഴത്തെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. ചെയർപേഴ്സൺ ഇൻ 2 terms, വെരി ഇമ്പോർട്ടൻ്റ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർപേഴ്സണായി 2 തവണ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ റീ അപ്പോയിൻമെൻറ്റിന് എലിജിബിലിറ്റി ഉണ്ട്, 2 തവണയിൽ കൂടരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ 2 തവണ ചെയർപേഴ്സണായി മാറിയത് രാമേശ്വർ ഒറോൺ. ഫസ്റ്റ് ചെയർമാൻ കൻവർ സിംഗ്, പ്രസൻറ്റ് ചെയർമാൻ അന്തർ സിംഗ് ആര്യ, ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ 2 term രാമേശ്വർ ഒറോൺ. ഇനി നമുക്ക് എൻ്റെ ലിസ്റ്റ് പട്ടികവർഗ കമ്മീഷൻ്റെ നാളിതുവരെയുള്ള ചെയർപേഴ്സൺസ് ആയിരുന്നുള്ള വ്യക്തികൾ ആരൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ആള് കൻവർ സിംഗ്, ഒന്നാമൻ അല്ലേ. രണ്ടാമത്തെ ആള് ഊർമിള സിംഗ്. ഇവിടെ ഒരു ചോദ്യം നിങ്ങൾ പഠിക്കണം, വനിതയാണ്.
ഫസ്റ്റ് വുമൺ ടു ബിക്കം ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർപേഴ്സണായ ആദ്യ വനിത ഊർമിള സിംഗ്. ആദ്യ വനിത എന്ന് അല്ല, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. വൺ ആൻഡ് ഓൺലി വുമൺ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഫസ്റ്റ് വുമൺ എന്ന് തന്നെ പഠിച്ചോളൂ, കാര്യം ഇനി ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിലോ. അതുകൊണ്ട് ഫസ്റ്റ് വുമൺ. ഇപ്പം കണ്ടീഷൻ വെച്ച് പറഞ്ഞാൽ വൺ ആൻഡ് ഓൺലി വുമൺ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഊർമിള സിംഗ്. രണ്ടാമത്തെ ആൾ. മൂന്നാമത്തെ ആളാണ് 2 തവണ വന്നത്, രാമേശ്വർ ഒറോൺ. രാമേശ്വർ ഒറോൺ. നാലാമത്തെ ആൾ നന്ദ് കുമാർ സായി. നന്ദ് കുമാർ സായി നാലാമത്തെ ആൾ. അഞ്ചാമത്തെ ആൾ ഇപ്പോഴത്തെ ആളിന് തൊട്ട് മുമ്പ് ഇരുന്ന ആൾ, അതായത് ഹർഷ് ചൗഹാൻ. ഹർഷ് ചൗഹാൻ. ഇത് ആറാമത്തെ ആളാണ് പ്രസൻറ്റ്. അന്തർ സിംഗ് ആര്യ. കറണ്ട് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അല്ലെങ്കിൽ 6th ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അന്തർ സിംഗ് ആര്യ. കഴിഞ്ഞു, നാഷണൽ കമ്മീഷൻ കഴിഞ്ഞു. ഇനി നമ്മളൊരു ചെറിയൊരു കമ്മീഷൻ കൂടി, സ്റ്റേറ്റ് ലെവൽ കൂടി പഠിക്കുമ്പോഴേ ഇത് പൂർണ്ണമാകുള്ളൂ. കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഇത് കമ്പൈൻഡ് കമ്മീഷനാണ്. ഇവിടെ 2 കമ്മീഷൻ ഇല്ല. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറഞ്ഞതുപോലെ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറഞ്ഞതുപോലെ 2 കമ്മീഷൻ ഇല്ല. ഇവിടെ കമ്പൈൻഡ് കമ്മീഷനാണ്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് മുമ്പ് പറഞ്ഞതുപോലെ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് നിങ്ങൾ പറയുക. കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2007. കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2007. കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2007. 2007 കേരളത്തിലൊരു പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത്. എവിടെയാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്? തിരുവനന്തപുരത്താണ്. അയ്യങ്കാളി ഭവൻ. അതിൻ്റെ പേരിതാണ് അയ്യങ്കാളി ഭവൻ, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് അയ്യങ്കാളി ഭവനിലാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആസ്ഥാനം. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആസ്ഥാനം. ടെന്യുവർ, കാലാവധി നാഷണൽ കമ്മീഷൻ പോലെ തന്നെ പഠിച്ചാൽ മതി, 3 years. ടേം ഓഫ് ഓഫീസ് ഫോർ സ്റ്റേറ്റ് SC/ST കമ്മീഷൻ 3 years. 3 വർഷമാണ് ഇതിൻ്റെ കാലാവധി, മറക്കരുത്. ഇനി അതിൻ്റെ ഘടന നമുക്കൊന്ന് പറയാം. ടോട്ടൽ മെമ്പേഴ്സ് 3 പേരാണ്, ഇൻക്ലൂഡിങ് ചെയർപേഴ്സൺ. 1 ചെയർപേഴ്സൺ ആൻഡ് 2 മെമ്പേഴ്സ്. 1 ചെയർമാനും 2 അംഗങ്ങളും ചേർന്നതാണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. കറണ്ട് ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ ജി ശശീന്ദ്രൻ. കറണ്ട് ചെയർപേഴ്സൺ ഓഫ് കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ SC/ST. മറക്കൂലല്ലോ. ഇനി നമ്മുടെ കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒരു ഒഫീഷ്യൽ പബ്ലിക്കേഷനുണ്ട്. അതിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം പടവുകൾ, സ്റ്റെപ്സ് എന്ന് പറയും അല്ലേ, പടവുകൾ. എ ബൈമന്ത്ലി മാഗസീൻ എന്ന് പറഞ്ഞാൽ 2 മാസത്തിലൊരിക്കൽ ഇറങ്ങുന്ന ബൈമന്ത്ലി മാഗസീൻ launched to bridge the gap between SC/ST ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ജനറൽ പബ്ലിക്. പട്ടികജാതി പട്ടികവർഗ ആ ഡിപ്പാർട്ട്മെൻറ്റും ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രസിദ്ധീകരണമാണ് പടവുകൾ. ആസ് വെൽ ആസ് ടു പ്രൊമോട്ട് ആൻഡ് എൻകറേജ് ദി ക്രിയേറ്റീവ് ടാലൻറ്റ് ഓഫ് ദി ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ടാലൻറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരൊക്കെ ഇതിനകത്ത് ഒരുപാട് ആർട്ടിക്കിളൊക്കെ എഴുതാറുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവർക്ക് പ്രോത്സാഹനം കൊടുക്കാനും ഒക്കെ ഈ പ്രസിദ്ധീകരണം വളരെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്, ഓർത്തോളുക. ഇനി നോക്കുക, ഇതെന്താണ്? ക്ഡാക്സ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. എന്താണ് ക്ഡാക്സ്? ക്രിട്ടാർട്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ക്രിട്ടാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഫുൾ ഫോം പറ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. എന്താണ് ഈ ക്രിട്ടാർട്സ് എന്ന് പറഞ്ഞാൽ? ക്രിസ്റ്റാർട്ട് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെഡിക്കേറ്റഡ് ടു കണ്ടക്ടിങ്
സ്റ്റഡീസ് ആൻഡ് റിസർച്ച് റിഗാർഡിംഗ് ദി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഓഫ് കേരള. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ, പഠനങ്ങൾ നടത്തുന്നതിനും ഗവേഷണങ്ങൾ നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ശ്രദ്ധിക്കണം, ഇറ്റ് വാസ് ഇനിഷ്യലി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1972. വളരെ മുമ്പാണ്, 72-ലാണ് ഇത് തുടങ്ങിയത് ആസ് ദി ട്രൈബൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ. ഇതിൻ്റെ ആദ്യത്തെ പേര് ഇതായിരുന്നു. ഈ ക്രിപ്റ്റാഡ്സിൻ്റെ ആദ്യത്തെ പേര് TR&TC എന്നാണ്. TR&TC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈബൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ. ട്രൈബൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് 1972 തുടങ്ങിയ സ്ഥാപനമാണ് ഇപ്പം ക്രിപ്റ്റാഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന റീനെയിം ചെയ്തത്. അത് എന്താണ്? ഓൺ എ നാഷണൽ മോഡൽ. ഇതൊരു ദേശീയ, ഇറ്റ് വാസ് ഇനിഷ്യലി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1972 ആസ് ദി ട്രൈബൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ ഓൺ എ നാഷണൽ മോഡൽ. ഒരു ദേശീയ തലത്തിൽ ഉള്ള മോഡലായിട്ടാണ് ഇത് കേരളത്തിലും ആരംഭിച്ചത്, പ്രവർത്തിക്കുന്നത്. നോക്കൂ, ഇത് റീനെയിംഡ് ആസ് ക്രിസ്റ്റാഡ്സ് ഇൻ ദി ഇയർ 1970. പരീക്ഷയ്ക്ക് ചോദിക്കും, TR&TC was renamed in which year? Renamed as Christads in which year എന്ന് ചോദിച്ചാൽ 1979. മനസ്സിലാകുന്നുണ്ടല്ലോ? അത് വ്യക്തമായിട്ട് ഓർത്ത് വെച്ചുകൊള്ളുക. 1979-ലാണ്. ലൊക്കേഷൻ എവിടെയാണ്? ചെവയൂർ, കോഴിക്കോട് ചെവയൂരിലാണ് ഇതിൻ്റെ ആസ്ഥാനം. ക്രിസ്റ്റാഡ്സിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ചെവയൂർ, കോഴിക്കോടെന്ന് പഠിച്ചാൽ മതി, അത് തന്നെയാണ്. കറണ്ട് ഡയറക്ടർ, അതിൻ്റെ ക്രിസ്റ്റാഡിൻ്റെ കറണ്ട് ഡയറക്ടർ ആരെന്ന് വെച്ചാൽ എസ് ബിന്ദു ആണ്. ഡോക്ടർ എസ് ബിന്ദു. ഓക്കെ അല്ലേ? നിങ്ങൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് ഉന്നതി. ഉന്നതി എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ ഓർഗനൈസേഷൻ ഫോംഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർ ദി ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്. നോക്കൂ, അതായത് ഓർഗനൈസേഷൻ ഫോംഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള ഗവൺമെൻറ് രൂപീകരിച്ച ഒരു ഓർഗനൈസേഷനാണ്, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് പോലെ. അതായത് അണ്ടർ ദി ട്രാവൻകൂർ കൊച്ചി ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ടു എനേബിൾ സോഷ്യോ ഇക്കണോമിക് അഡ്വാൻസ്മെൻറ്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് കമ്മ്യൂണിറ്റീസ് ത്രൂ എൻ്റർപ്രണർഷിപ്പ്, എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് കോപ്പറേറ്റീവ് പാർട്ണർഷിപ്പ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള സംരംഭകർ, എന്തെങ്കിലും വ്യാവസായിക സംരംഭകർ, കുട്ടികളെ, അതുപോലെ തന്നെ ശരിക്കും സ്കിൽ ഡെവലപ്മെൻറ്റ്, വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന്, അവരുടെ നൈപുണ്യ വികസനം, അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ സഹകരണ അടിസ്ഥാനത്തിലുള്ള ഒരു പാർട്ണർഷിപ്പ് രീതിയിലുള്ള വ്യവസായങ്ങൾ തുടങ്ങിയവ നടത്താൻ താല്പര്യമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെ ആ വിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസപരമായ സംരംഭ രംഗത്ത് ഒക്കെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സർക്കാർ കൊണ്ടുവന്ന ഒരു സംരംഭമാണ് ഉന്നതി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ സംരംഭകരുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ, അവരുടെ നൈപുണ്യ വികസനം ഉറപ്പുവരുത്തുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വിഭാഗത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയുടെ പേരാണ് ഉന്നതി എന്ന് പറയുന്നത്. പ്രോജക്റ്റ് വാസ് ഒഫീഷ്യലി ഇനാഗുറേറ്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ്രൗപദി മുർമു ഓൺ മാർച്ച് 13, 2023. കറണ്ട് അഫേഴ്സ് ചോദ്യമാണ്, ഈ അടുത്ത കാലത്ത് നടന്നതാണ്, 2023 മാർച്ച് 13. അപ്പോൾ ഉന്നതി എന്ന ദി പ്രോജക്റ്റ് ഉന്നതി വാസ് ഇനാഗുറേറ്റഡ് ഓൺ വിച്ച് ഡേ? 2023 മാർച്ച് 13. ഇനാഗുറേറ്റഡ് ബൈ അവർ പ്രസിഡൻറ്റ് ദ്രൗപദി മുർമു. ക്ലിയർ ആകുന്നുണ്ടോ? ഇനി നോക്കൂ, വാസു ചാറ്റ് ബോട്ട്, മലയാളം ചാറ്റ് ബോട്ട് ലോഞ്ച്ഡ് ബൈ ഉന്നതി. ഉന്നതിയുടെ കീഴിൽ വന്ന ഒരു ചാറ്റ് ബോട്ടാണ് ഏതാണ്? വാസു. ദി ചാറ്റ് ബോട്ട് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ക്യാറ്റ് ക്യാരക്ടർ നൈംഡ് വാസു. വാസു എന്ന ഒരു പൂച്ച അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചാറ്റ് ബോട്ടാണ്. ഡെവലപ്ഡ് ബൈ
developed to provide easy access to information regarding various government welfare schemes tailored for the scheduled caste and scheduled tribes communities in Kerala. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതികൾ ഈസി ആയിട്ട് ആക്സസ് ചെയ്യുന്നതിന്, അവർക്ക് ലഭ്യമാകുന്നതിനും അവർക്കത് പ്രയോജനപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ എല്ലാ മലയാള ഭാഷയിലൂടെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് ലഭ്യമാകാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു ചാറ്റ് ബോട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാസു എന്ന് പറയുന്ന ഒരു ചാറ്റ് ബോട്ട്. അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളുക. അപ്പോൾ സുഹൃത്തുക്കളെ, നാഷണൽ കമ്മീഷൻ ആൻഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അത് പിന്നീട് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റും നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സുമായി മാറി. എന്നാൽ കേരളത്തിൽ വരുമ്പോൾ കേരള സ്റ്റേറ്റ് കമ്മീഷൻ, കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നല്ല പ്രധാനപ്പെട്ട ടോപ്പിക്ക് തന്നെയാണ്. ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ MCQ ഒരു സെഷൻ ഉണ്ടാകും. പിന്നീട് നമുക്കിതിൻ്റെ PYQ മറ്റൊരു സെഷൻ ഉണ്ടാകും. നന്നായി പഠിച്ച് മുന്നേറുക. ക്ലാസ് കണ്ടുകൂട്ടുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.